പവിത്രത്തിലെ പുത്തൻ സ്റ്റോറിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ സ്റ്റോറി ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ കമലമ്മയാണെങ്കിൽ മാഷിനോട് പറയുന്നുണ്ട്, എനിക്ക് വിക്രത്തെ ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു മാഷേ, പക്ഷേ അവനെ കാണാൻ ഒരു മാർഗ്ഗമില്ലല്ലോ എന്ന് പറയാണ്. അപ്പം മാഷ് പറയുന്നുണ്ട്, നീ വിഷമിക്കണ്ട, അവൻ എന്തായാലും നിന്നെ കാണാൻ വരും, അവനൊരു ആപത്തും പറ്റത്തില്ല എന്ന് പറയാണ്. അപ്പോൾ കമലമ്മ പറയാണ്, ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ടു. കുറേ കുന്നിൻ്റെ നടുവിൽ ഞാനും മാഷും വേദയും വിക്രവും പിന്നെ അവരുടെ കുഞ്ഞും എല്ലാവരും കൂടെ സന്തോഷമായി ജീവിക്കുന്ന ഞാനൊരു സ്വപ്നം കണ്ടു എന്ന് പറയാണ്. അപ്പം മാഷ് പറയാണ്, നിൻ്റെ ആഗ്രഹം പോലെ എല്ലാം നടക്കും എന്നും പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട് കമലെ. അപ്പം കമല പറയാണ്, അതുപോലൊക്കെ നടക്കുമായിരിക്കും അല്ലേ മാഷേ, നടക്കും, നീ ഇപ്പോൾ സമാധാനത്തിൽ വിശ്രമിക്ക് എന്ന് പറഞ്ഞ് കമലമ്മയെ സമാധാനിപ്പിക്കുന്നുണ്ട് മാഷ്. ഈ സമയത്ത് വേദയുടെ വീട്ടിലാണെങ്കിൽ വേദ രാവിലെ ഫ്രഷ് ആയിട്ടൊക്കെ വരികയാണ്. അപ്പം വിക്രം കട്ടിലിൽ തന്നെ ഇരിപ്പുണ്ട്. അപ്പോൾ വേദ വന്നിട്ട് പറയുകയാണ്, ഇന്ന് എനിക്ക് ഓഫീസിൽ പോകണം വിക്രം, ഇങ്ങനെ എന്ന് ഈ മുറിയിൽ തന്നെ അടച്ചിരുന്നാൽ ശരിയാവത്തില്ല. വിക്രത്തിന് ജാമ്യത്തിനുള്ള മുൻകൂർ ജാമ്യത്തിനുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യണ്ടേ, അതുകൊണ്ട് നല്ല കുട്ടിയെ ഈ മുറിയിൽ തന്നെ അടച്ചിരുന്നോണം, പുറത്തേക്ക് ഇറങ്ങിയോ ഒരു സൗണ്ട് വെക്കുകയോ ചെയ്യല്ലേ എന്ന് വേദ പറയാണ്. അപ്പോൾ വിക്രം പറയാണ്, പിന്നെ ഞാൻ എത്ര ദിവസം ഇതിനകത്ത് അടച്ചു പൂട്ടിയിരിക്കും, എനിക്കെങ്കിലും പറ്റത്തില്ല, എനിക്ക് പുറത്തിറങ്ങിയേ പറ്റത്തുള്ളൂ. അത് നടക്കത്തില്ലല്ലോ വിക്രം, ഇവിടെ ഈ മുറിയിൽ തന്നെ അടങ്ങി ഒതുങ്ങി ഇരുന്നേ പറ്റത്തുള്ളൂ എന്ന് പറയാണ്. അപ്പോൾ വിക്രം പെട്ടെന്ന് പറയാണ്, അത് നിൻ്റെ അച്ഛനോട് എന്ന് പറഞ്ഞാൽ മതി എന്ന് പറയാണ്. അപ്പോൾ വേദ പറയണം, അച്ഛനെ പറയല്ലെന്നല്ലേ പറഞ്ഞേ, എന്താ പറഞ്ഞേ, ഞാൻ അച്ഛാന്നല്ലേ പറഞ്ഞത്, അല്ല തന്തേന്നല്ലല്ലോ പറഞ്ഞത്, തന്തേന്ന് പറഞ്ഞാലല്ലേ കുഴപ്പമുള്ളൂ എന്ന് പറയാണ്. അപ്പോൾ അച്ഛാന്ന് പറയുന്ന ഒരു ചീത്ത വീടൊന്നും അല്ലല്ലോ എന്നും പറഞ്ഞ് വിക്രം ന്യായീകരിക്കുകയാണ്. അപ്പോൾ വേദ പറയണ, ശരി ശരി ഇപ്പോഴത്തേക്ക് പോട്ട്, പക്ഷേ എനിക്കെൻ്റെ അച്ഛനെ പറയുന്ന അത്ര ഇഷ്ടമുള്ള കാര്യമൊന്നും അല്ലെന്ന് വേദ പറയുകയാണ്. അപ്പം വിക്രം പറയാണ്, പിന്നെ അച്ഛനോട് സ്നേഹമുള്ളൊരു മോള്, എന്താ എനിക്ക് അച്ഛനോട് സ്നേഹമുണ്ട്, പിന്നെ നിങ്ങൾക്ക് വേണ്ടി മാത്രം കുറച്ച് കള്ളത്തരമൊക്കെ ഞാൻ എൻ്റെ അച്ഛനടുത്ത് പറയുന്നതേ ഉള്ളൂ, അല്ലാതെ എനിക്ക് അച്ഛനോട് സ്നേഹക്കുറവൊന്നും ഇല്ല എന്ന് പറയുകയാണ്. അതുകൊണ്ട് മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി ഇവിടെ ഇരുന്നോണോ എന്ന് പറഞ്ഞ് വേദ പറയുകയാണ്. അപ്പോൾ വിക്രം പറയാണ്, അതെ വേദേ, എനിക്ക് ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ രാത്രിയിൽ എന്തോ ഒരു ടെൻഷൻ പോലെ, അമ്മയ്ക്ക് എന്തോ വയ്യാത്ത പോലെ, നീ ശ്രീചേട്ടത്തി ഒന്ന് വിളിച്ചു നോക്ക്, ശ്രീചേട്ടത്തി എന്താ പറയുന്നതെന്ന് അറിയാലോ, വീട്ടിലെല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നതെന്ന് അന്വേഷിച്ചാൽ മതി എന്ന് പറയണം. അപ്പോൾ വേദ പറയണം, ഞാൻ ഇപ്പം തന്നെ വിളിക്കാം വിക്രം എന്നും പറഞ്ഞുകൊണ്ട് ഫോൺ എടുത്ത് വിളിക്കുകയാണ്. ഈ സമയത്ത് ശ്രീജ ഫോൺ എടുക്കുന്നുണ്ട്. എന്താ എന്താ വേദ എന്ന് ചോദിക്കുകയാണ്. എന്താ കുറേ നാളിന് ശേഷം ഇപ്പോഴാണല്ലോ വിളിച്ചത്, പതിവില്ലാതെ എന്താ വിളിച്ചതെന്ന് ചോദിക്കുകയാണ്. അത് ഞാനൊരു കാര്യം ചോദിക്കാൻ വിളിച്ചേ ശ്രീചേട്ടത്തി. എന്താ വേദ, അവിടെ എല്ലാവർക്കും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നോ, കുഴപ്പമൊന്നുമില്ലേ, അമ്മ എങ്ങനെ ഇരിക്കുന്നു, അമ്മയ്ക്ക് സുഖമായിട്ടിരിക്കുന്നോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ശ്രീജ ചോദിക്കുകയാണ്, എന്താ വേദ ഇപ്പോൾ അങ്ങനെ ചോദിക്കാൻ കാരണം, അല്ല എനിക്ക് ഇന്നലെ രാത്രി ഉറക്കത്തിൽ എന്തോ ഒരു ദുസ്വപ്നം കണ്ട പോലെ, അമ്മയ്ക്ക് എന്തോ ഒരു കുഴപ്പം പോലെ, അതൊന്നും അറിയാൻ, കുഴപ്പമൊന്നും ഇല്ലല്ലോ ശ്രീചേട്ടത്തി എന്ന് പറയാണ്. അപ്പം ശ്രീജ പറയാണ്, വേദ സ്വപ്നം കണ്ടതൊക്കെ ശരിയാണ്, അമ്മയ്ക്ക് സുഖമില്ലാതെ ഇപ്പോൾ ഹോസ്പിറ്റലാണെന്ന് പറയാണ്. എന്ത് പറ്റി എന്ന് ചോദിച്ച് വെപ്രാളപ്പെടുവാണ്. ഈ ഇന്നലെയാണെങ്കിൽ രാത്രി ഉറങ്ങിക്കിടന്നപ്പം വിക്രത്തിൻ്റെ കാര്യം എന്തൊക്കെയോ ആലോചിച്ച് ടെൻഷൻ അടിച്ച രാത്രിയിൽ ഫിക്സ് വന്ന് അതിനുശേഷം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഇന്ന് രാവിലെ ആയപ്പം ഹോസ്പിറ്റലിൽ വെച്ച് അമ്മയ്ക്ക് ചെറുതായിട്ട് അറ്റാക്ക് പോലെ വന്നിട്ടുണ്ട്, ECG വേരിയേഷൻ ഉണ്ടെന്നാണ് ഡോക്ടർ പറഞ്ഞത്. അയ്യോ, എന്നിട്ട് ഡോക്ടർ എന്താ പറഞ്ഞത്, കുഴപ്പമൊന്നുമില്ല 2 ദിവസം ഇവിടെ കിടക്കണമെന്നാണ് പറഞ്ഞത്. ശ്രീചേട്ടത്തി ഇപ്പോൾ ഹോസ്പിറ്റലാണോ എന്ന് ചോദിക്കുകയാണ്. ഞാനിപ്പോൾ ഹോസ്പിറ്റലിൽ, ഞാൻ വിഷുവിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങുകയാണ്, അച്ഛൻ ഇവിടെ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല, 2 ദിവസം ഒബ്സർവേഷനിൽ കിടക്കട്ടെ എന്നാണ് ഡോക്ടർ പറഞ്ഞതെന്ന് പറയാണ്. എന്തായാലും നീ വിഷമിക്കണ്ട, ഇപ്പം കുഴപ്പമൊന്നുമില്ല വേദയെന്ന് ശ്രീജ സമാധാനിപ്പിക്കുകയാണ്. ശരി ശ്രീജേട്ടത്തി, ഞാൻ പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞ് വേദ ഫോൺ അങ്ങ് കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ വിശ്വം ചോദിക്കുന്നുണ്ട്, ആരെയാന്ന്. അത് വേദയാണ്, വേദ എന്തോ ഇന്നലെ ദുസ്വപ്നം കണ്ട് അമ്മയെക്കുറിച്ച് അന്വേഷിക്കാൻ വിളിച്ചതാണ്, അപ്പോഴാണ് അറിഞ്ഞത് അമ്മ ഇങ്ങനെ ഹോസ്പിറ്റലിൽ കിടക്കുന്നതെന്നുള്ള കാര്യം അറിഞ്ഞെന്ന് വിശ്വത്തിനോട് ശ്രീജ പറയുകയാണ്. ഫോൺ വെച്ചതിന് ശേഷം വേദയെടുത്താണെങ്കിൽ വിക്രം ചോദിക്കുന്നുണ്ട്, എന്താ എന്താ കാര്യം, അമ്മയ്ക്ക് അവിടെ കുഴപ്പം വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ച് വെപ്രാളപ്പെടുകയാണ്. ഏയ് പ്രത്യേകിച്ചൊന്നുമില്ല, അതെ ഇന്നലെ രാത്രി വിക്രത്തെക്കുറിച്ച് ആലോചിച്ചൊക്കെ കിടന്നിട്ടാന്ന് തോന്നുന്നു, അമ്മയ്ക്ക് രാത്രി ഫിക്സ് വന്നെന്ന്. അങ്ങനെ ഫിക്സ് വന്നപ്പോൾ എല്ലാവരും എടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ഇപ്പോൾ എങ്ങനെയുണ്ടെന്ന് വിക്രം ചോദിക്കുകയാണ്. കുഴപ്പമൊന്നും ഇല്ലായിരുന്നു, പക്ഷേ രാവിലെ ആയപ്പം ചെറുതായിട്ട് അറ്റാക്ക് വന്ന് ഇപ്പം ICUലാണെന്ന് പറയുകയാണ്. അപ്പോഴത്തേക്ക് വിക്രമാണെങ്കിൽ ചാടി എണീച്ച് പോകാനായിട്ട് ഒരുങ്ങുകയാണ്. എങ്ങോട്ട് പോകാം വിക്രം എന്ന് വെക്കുകയാണ്. അത് എനിക്ക് അമ്മയെ കാണണം, എനിക്ക് ഇതിനകത്തിരുതാൻ പറ്റത്തില്ല, എനിക്ക് എൻ്റെ അമ്മയെ കാണണമെന്ന് പറഞ്ഞ് വിക്രം ബഹളം വെക്കുവാണ്. വിക്രം ഒന്ന് സമാധാനിക്ക്, ഇത്രയും ബഹളം വെക്കാതെ എടുത്ത് ചാടി എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ശരിയാവത്തില്ല, ഒന്ന് സമാധാനമായിട്ടിരിക്കുക എന്നും പറഞ്ഞുകൊണ്ട് വേദയാണെങ്കിൽ വിക്രത്തെ പിടിച്ച് അവിടെ ഇരുത്തുന്നുണ്ട്. അപ്പം വിക്രം ചോദിക്കുകയാണ്, എങ്ങനെ ഞാൻ സമാധാനമായിട്ടിരിക്കും, എൻ്റെ അമ്മ ഹോസ്പിറ്റലല്ലേ, അമ്മയ്ക്ക് എന്ത് പറ്റി, അമ്മയ്ക്ക് അറ്റാക്ക് വന്നെന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് അമ്മയെ കാണാതിരിക്കാൻ പറ്റത്തില്ല വേദ, എന്നെ ഒന്ന് തുറന്നുവിട്, ഞാൻ പോട്ടെ, പോലീസ് എന്നെ പിടിച്ചാലും വേണ്ടിയില്ല, എനിക്ക് എൻ്റെ അമ്മയെ കണ്ടാൽ മതി എന്ന് പറഞ്ഞ് വിക്രം ബഹളം വെക്കുന്നുണ്ട്. അപ്പം വേദ പറയാണ്, വിക്രം ഇവിടെ ഇരിക്കും, ഞാൻ പറയട്ടെ, എനിക്ക് മനസ്സിലാവുന്നുണ്ട് വിക്രത്തിൻ്റെ മാനസികാവസ്ഥ എനിക്ക് മനസ്സിലാവുന്നുണ്ട്, അതുകൊണ്ട് ഇവിടെ ഇരിക്കും, ഞാൻ പറയട്ടെ എന്നും പറഞ്ഞ് വിക്രത്തെ അവിടെ പിടിച്ചിരുത്തിട്ട് വേദ പറയാണ്, എന്തായാലും നമ്മൾ ഈ കാര്യം അറിഞ്ഞ് എന്തായാലും ഞാനൊന്ന് പോയി നോക്കട്ടെ,
ആദ്യം ഞാൻ പോയി അമ്മയെ കണ്ടത് സംസാരിക്കട്ടെ, അതിന് ശേഷം വിക്രത്തിന് പോണോ വേണ്ടേ എന്നുള്ള കാര്യം ആലോചിക്കുക എന്ന് പറയണം. അപ്പോൾ വേദ എടുത്ത് പറയാണ്, പറ്റത്തില്ല വേദ, എനിക്ക് എൻ്റെ അമ്മയെ കണ്ടേ പറ്റത്തുള്ളൂ. അമ്മ ഹോസ്പിറ്റലിൽ കിടന്നിട്ട് ഞാൻ ഇതിനകത്ത് ഇരുന്നാൽ ശരിയാവത്തില്ല എന്ന് പറയാണ്. അപ്പോൾ വേദ വയ്ക്കുകയാണ്, വിക്രം ഇപ്പം അങ്ങോട്ട് ചെന്നിട്ട് എന്ത് ചെയ്യാൻ പറ്റും? എന്താ അമ്മയ്ക്ക് വല്ല മരുന്നും കൊടുക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. അതുകൊണ്ട് വിക്രം ഇവിടെ ഇരിക്കും, ഞാൻ പോയി അന്വേഷിക്കാം എന്ന് പറയാണ്. അങ്ങനെ വിക്രം അവസാനം സമ്മതിക്കുന്നുണ്ട്. വേദ പോയി അന്വേഷിക്കാം എന്നുള്ള രീതിയിൽ സമ്മതിക്കുന്നുണ്ട്. ഈ സമയത്ത് ഹോസ്പിറ്റലാണെങ്കിൽ മാഷും കമലയും മാത്രമേ ഉള്ളൂ. അപ്പം കമലയാണെങ്കിൽ എപ്പോഴും വിക്രത്തെക്കുറിച്ച് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വിക്രമാണെങ്കിൽ എന്നെ കാണാൻ വരുമോ മാഷേ? വിക്രത്തിന് ഇപ്പോൾ എവിടെ ആയിരിക്കും? പോലീസുകാർ വിക്രത്തെ പിടിക്കുമോ? അവന് എല്ലാവരും കൂടെ കെണിപ്പെടുത്താൻ നോക്കുകയാണെന്നൊക്കെ വിഷമത്തോടെ കമലമ്മ പറയാണ്. ഈ സമയത്താണ് വേദ അങ്ങോട്ട് ഓടി വരുന്നത്. വേദ വന്ന് ഡോറിൽ തട്ടുന്നുണ്ട്. അപ്പോൾ മാഷ് വന്ന് തുറക്കുന്നുണ്ട്. വേദയെ കണ്ട് മാഷൊന്ന് ഞെട്ടുന്നുണ്ട്. ആര് പറഞ്ഞു മോളോട് ഈ കാര്യമൊക്കെ? അത് ഞാൻ ശ്രീചേട്ടത്തിയെ ഒന്ന് വിളിച്ചിരുന്നു. അപ്പം ശ്രീചേട്ടത്തിയെ പറഞ്ഞത് അമ്മ ഹോസ്പിറ്റലാണെന്ന്. അങ്ങനെ വന്നേ അച്ഛാ എന്ന് പറയണം. അങ്ങനെ അകത്തേക്ക് വേദ കയറുന്നുണ്ട്. വേദ കയറുമ്പോഴത്തേക്ക് വേദയെ കാണുമ്പോൾ കമലമ്മയ്ക്കൊരു സന്തോഷമൊക്കെ ആകുന്നുണ്ട്. മോളെ ബാ ഇരിക്കുന്നൊക്കെ പറഞ്ഞ് വേദയെ പിടിച്ചിരുത്തുന്നുണ്ട്. എനിക്കൊന്നുമില്ല മോളെ എന്ന് പറയണം. അമ്മ എന്തിനാ ആവശ്യമില്ലാത്ത ടെൻഷനൊക്കെ അടിക്കുന്നതെന്ന് ചോദിക്കുകയാണ്. എനിക്ക് വിക്രത്തെ ഓർത്താ മോളെ ടെൻഷൻ. എൻ്റെ മോനിപ്പോൾ എവിടെയാണെന്ന് പോലും അറിയത്തില്ല. എല്ലാവരും കൂടെ അവനെ പിച്ചി ചീന്തായിരിക്കുക. വേട്ടപ്പട്ടികൾ കടിച്ചു കീറാൻ ഇരിക്കുന്ന പോലാണ് എല്ലാവരെയും അവനെ കാത്തിരിക്കുകയാണ്. അവനൊരു കുറ്റവും ചെയ്തിട്ടില്ല. ഒരിക്കലും വരുണിനെ അവൻ കൊന്നിട്ടില്ല. അവൻ ആ സമയത്ത് ക്ലബ്ബിലായിരുന്നു. പിന്നെ എന്തിനാ എൻ്റെ മോനെ മാത്രം എല്ലാവരും ഇങ്ങനെ തിരഞ്ഞു പിടിക്കുന്നതെന്ന് പറഞ്ഞ് കമലമ്മ വിഷമിക്കുകയാണ്. അപ്പോൾ വേദ പറയുന്നുണ്ട്, അമ്മ വിഷമിക്കേണ്ട, ഒരു വേട്ടപ്പട്ടികൾക്കും അമ്മയുടെ മോനെ ഞാൻ വിട്ടുകൊടുക്കത്തില്ല, അത് ഉറപ്പുള്ള കാര്യമാണ്. അപ്പം കമലമ്മ ചോദിക്കുകയാണ്, അവൻ എവിടെ എന്തുവാന്നൊന്നും അറിയത്തില്ലല്ലോ മോളെ, പിന്നെ അവൻ്റെ അവസ്ഥയൊന്നും നമുക്കറിയാൻ പറ്റത്തില്ലല്ലോ എന്ന് കമലമ്മ വിഷമത്തോടെ പറയാണ്. അപ്പം വേദ പതുക്കെ പറയാണ്, അമ്മ വിഷമിക്കേണ്ട, അമ്മയുടെ മോൻ എൻ്റെ കൂടെ ഉണ്ടെന്ന്. ഇത് കേൾക്കുമ്പോഴത്തേക്ക് കമലമ്മ അകപ്പാടെ ഞെട്ടുന്നുണ്ട്. മോൾ എന്താ പറഞ്ഞത്? മോൾ എന്താ ഈ പറയുന്നതെന്ന് പറഞ്ഞുകൊണ്ട് കമലമ്മ ചാടി ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ വേദ പതുക്കെ പിടിച്ച് ഇരുത്തുന്നുണ്ട്. ഞാൻ പറഞ്ഞത് ശരിയാ അമ്മേ. അപ്പം കമലമ്മ ചോദിക്കുകയാണ്, മോളുടെ കൂടെ വിക്രമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഉണ്ട്, വിക്രം എൻ്റെ കൂടെയുണ്ട്. ഒരാപത്തിനും ഞാൻ വിക്രത്തെ വിട്ടുകൊടുക്കത്തില്ല. അമ്മ വിഷമിക്കേണ്ട, വിക്രം ഒരു തെറ്റും ചെയ്തിട്ടുള്ളത് എനിക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് വിക്രം എൻ്റെ കൂടെ തന്നെ ഉണ്ട്. അന്ന് ഇവരെല്ലാവരും കൂടെ വിക്രത്തെ പിടിക്കുമെന്നായപ്പം വിക്രത്തെ ഞാനാണ് കൊണ്ടുപോയത്. വിക്രം ഇപ്പം എൻ്റെ കൂടെ സുരക്ഷിതമായിട്ടുണ്ട്. ഇപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യം അമ്മ ആരോടും പറയല്ലേ എന്ന് പറയാണ്. അപ്പോഴത്തേക്ക് കമലമ്മ ഇങ്ങനെ ഞെട്ടിയിരിക്കുകയാണ്. മോളെ, ഞാനിതാരോട് പറയാനാ? എൻ്റെ മോൻ സുരക്ഷിതമായി മോളുടെ കൂടെ ഉണ്ടെങ്കിൽ പിന്നെ എനിക്ക് എന്ത് വിഷമമുള്ളത്? എനിക്ക് വിശ്വാസമാണ് മോളെ എന്നും പറഞ്ഞുകൊണ്ട് വേദയെ കെട്ടിപ്പിടിക്കുകയാണ്. ഇനി അവനെക്കുറിച്ച് ഓർത്ത് എനിക്ക് ഒരു ഭയവും ഇല്ല മോളെ. മോളുണ്ടല്ലോ അവൻ്റെ കൂടെ, അതുകൊണ്ട് ഒരു വിഷമവും ഇല്ല. എനിക്ക് അസുഖമൊന്നും ഇല്ല മോളെ. എൻ്റെ അസുഖങ്ങളെല്ലാം മാറി. അവൻ സുരക്ഷിതനായി മോളുടെ അടുത്തുണ്ടല്ലോ എന്ന് പറയണം. അപ്പം വേദ പറയാണ്, അമ്മേ ഈ കാര്യം ആരും അറിയല്ലേ, ആർക്കും അറിയത്തില്ല എൻ്റെ കൂടെ വിക്രമുള്ള കാര്യം. അമ്മ ആരോടും പറയാനും നിൽക്കല്ലേ എന്ന് പറയാണ്. ഇല്ല മോളെ, ഞാൻ ആരോടും പറയത്തില്ല. ഞാൻ ഈ കാര്യം ആരോടും പറയത്തുമില്ല. ഇതിനെ ഓർത്ത് ഞാൻ വിഷമിക്കത്തുമില്ല എന്നും പറഞ്ഞുകൊണ്ട് വേദയെ പിടിച്ച് കുറേ ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട്. ഭയങ്കര സ്നേഹത്തോടെ കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം വേദ പറയുന്നുണ്ട്, ഇനി അമ്മയാണെങ്കിൽ കരഞ്ഞ് അസുഖമൊന്നും വരുത്തല്ലേ, വിക്രത്തെ ഓർത്ത് ടെൻഷൻ അടിക്കാനും നിൽക്കല്ല. അതുകൊണ്ടാണ് ഞാൻ അമ്മയടുത്ത് ഈ കാര്യം പറഞ്ഞത്. ഇനി അമ്മ വിഷമിക്കുകയേ ചെയ്യില്ലെന്ന് വേദ പറയണം. ഇല്ല മോളെ, ഞാൻ ഇനി വിഷമിക്കത്തില്ല. ഇനി എനിക്കൊരു കുഴപ്പമില്ല എന്നും പറഞ്ഞുകൊണ്ട് വേദയുടെ പറയുകയാണ്. അമ്മ ഈ കാര്യം ആരോടും പറയില്ല. വിക്രം എൻ്റെ കൂടെ ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പോലീസ് വിക്രത്തെ പിടിക്കും. അതുകൊണ്ട് അമ്മ ആരോടും പറയില്ലെന്ന് പറയണം. ഇല്ല, ഞാൻ ആരോടും പറയത്തില്ലെന്നും പറഞ്ഞ് വേദയ്ക്ക് ആ വാക്ക് കൊടുക്കുകയാണ് കമലമ്മ.